കഥയുടെ പരമ്പരയിൽ ഇന്ന് ഒരു സംഭവ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. സമയം 1:15. ഒരു പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർ തൻ്റെ ക്ഷേമനിധി അടയ്ക്കുന്നതിന് വേണ്ടി ക്ഷേമനിധി ഓഫീസിലെത്തി. 1:15 ആയതുകൊണ്ട് അവർ പറഞ്ഞു ഇനിയും ക്യാഷ് എടുക്കുകയില്ല. വാശിക്കാരനും കുശാഗ്ര ബുദ്ധിക്കാരനുമായ ഓട്ടോക്കാരൻ സാർ ബാങ്കിൽ എടുക്കുമോ എന്ന് ചോദിച്ചു. ഉടനെ അവിടെ ഇരുന്ന് സാറ് പറഞ്ഞു ആ സാറിനോട് ചോദിക്കാൻ പറഞ്ഞു. അവൻ്റെ പിതാക്കന്മാർ ചെയ്ത ഭാഗ്യം കൊണ്ടായിരിക്കാം ആ സാർ ഏതായാലും കമ്പ്യൂട്ടറിൽ അവിടെ ഇവിടെയും പരിധി ഇട്ട് പറഞ്ഞു അടയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ അവൻ ആ മാഡത്തിന് താങ്ക് യു പറഞ്ഞു. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഓഫീസിലാണ് ഇത് നടന്നത് എന്ന് ഉള്ള കാര്യം പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം പറഞ്ഞതുപോലെ കുശാഗ്ര ബുദ്ധിക്കാരനായ ഓട്ടോക്കാരൻ വാശിക്കാരനും കൂടാണ്. അവൻ വളരെ നൈസായിട്ട് ചോദിച്ചു, മാഡം തൊഴിലാളിയുടെയും മുതലാളിയുടെയും വിഹിതം അടയ്ക്കാൻ പറ്റുമോ? അവർ പറഞ്ഞു മുതലാളിയുടെ വിഹിതം ആദ്യം അടയ്ക്കുക, അത് അടച്ചതിന് ശേഷം തൊഴിലാളിയുടെ വിഹിതം അടയ്ക്കുക. തൊഴിലാളിയുടെ വിഹിതം അടച്ചില്ലെങ്കിൽ ഇതാണ് നമ്പർ, ഈ നമ്പറിലേക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. വളരെ സന്തോഷം എന്ന് പറഞ്ഞ് അവൻ നേരെ ഓടി ബാങ്കിലേക്ക് പോവുകയായിരുന്നു. കാരണം അപ്പോൾ തന്നെ സമയം 1:30 ആയിരുന്നു. 2 മണിക്ക് ബാങ്കിലെ സാറന്മാർ ചോറുണ്ണാൻ പോകുമല്ലോ. സാധാരണഗതിയിൽ മുതലാളിയുടെ വിഹിതം മാത്രമേ ബാങ്കുകളിൽ സ്വീകരിക്കാറുള്ളൂ. കാരണം ആ പണം സർക്കാരിന് തിരികെ കൊടുക്കേണ്ട ആവശ്യമില്ല. തൊഴിലാളിയുടെ പണം തൊഴിലാളി ബസ് പിടിച്ച് തൊഴിലാളികളുടെ ഓഫീസിൽ ചെന്ന് ATM കാർഡ് വഴി മാത്രമേ പേ ചെയ്യാൻ പാടുള്ളൂ. ആ പണമാണ് അവന് പെൻഷനായി തിരിച്ചു കിട്ടുന്നത്. പെൻഷനായി തിരിച്ചു കിട്ടണമെങ്കിൽ അവൻ ഇത്രയും പാടുപെട്ടേ പറ്റുകയുള്ളൂ. ഇത്രയും പാടുപെട്ടാലോ അവന് കിട്ടുന്നത് നക്കാപ്പിച്ച പൈസയാണ്. ഇക്കാലത്ത് ക്ഷേമനിധി ഓഫീസിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റില്ലെന്ന് തൊഴിലാളിക്കും അറിയാം, അത് കൊടുക്കുന്ന സർക്കാരിനും അറിയാം. പിന്നെ എന്തിനാണ് ഈ ക്ഷേമനിധി? ഞങ്ങൾ ക്ഷേമനിധി ഏർപ്പെടുത്തിയില്ലേ തൊഴിലാളികൾക്ക് എന്ന് വളരെ വീമ്പോടെ പറയുന്ന സർക്കാർ ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്നത് അവരുടെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ളവർക്ക് തീറ്റിപ്പോറ്റാൻ, അവർക്ക് വമ്പൻ ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളായി മാത്രം ക്ഷേമനിധികൾ ബോർഡുകൾ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. സർക്കാർ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കും സർക്കാർ എങ്ങനെ ഭരിക്കണമെന്ന്. പക്ഷേ ജനങ്ങൾക്ക് എങ്ങനെ കഴിയും? അവരുടെ കയ്യിൽ ആകെ ഉള്ളത് എല്ലാ വോട്ടിനൊന്നും കിട്ടുന്ന ഓരോ വോട്ടാണ്. ആ വോട്ട് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണ്ടാരണ്ട് പറഞ്ഞതുപോലെ മറ്റേ പുള്ളിയുടെ കയ്യിൽ പൊതിക്കാത്ത തേങ്ങ കിട്ടിയ പോലെയാണ് 5 വർഷത്തിലൊരിക്കൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന വോട്ട്. നമ്മൾ ആർക്കോ കുത്തുന്നു, ആരോ ജയിക്കുന്നു, ആരോ ഭരിക്കുന്നു, എല്ലാം അനുഭവിക്കുന്നു. വോട്ടിൻ്റെ അന്ന് ക്യൂ നിന്ന് ഒരു ഞെക്കി എന്തോ ജനാധിപത്യത്തിൻ്റെ വലിയ കാര്യം ചെയ്ത മാതിരി സന്തോഷത്തോടെ നമ്മൾ പോളിംഗ് ബൂത്തിൽ നിന്ന് പോവുകയാണ്. വീണ്ടും നമുക്ക് ബാങ്കിലേക്ക് വരാം. കുശാഗ്ര ബുദ്ധിയും വാശിക്കാരനുമായ നമ്മുടെ ഓട്ടോക്കാരൻ രസീതും കാശും ക്യാഷ്യറെ ഏൽപ്പിക്കുമ്പോൾ നീരസത്തോടും പുച്ഛത്തോടും കൂടി അവൻ ഇതിവിടെ സ്വീകരിക്കില്ല മനുഷ്യ എന്ന് പറഞ്ഞു. ഓട്ടോക്കാരൻ വിടില്ല. അവൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ ആ ഓഫീസിൽ നിന്നാണ് വരുന്നത്. അവർ പറഞ്ഞു സ്വീകരിക്കും. അവൻ കമ്പ്യൂട്ടറിൽ എന്തോ തിരഞ്ഞ ശേഷം ആ പണം വാങ്ങി റെസീപ്റ്റ് തിരിച്ചു കൊടുക്കുന്ന അതേ നേരത്ത് തന്നെ നമ്മുടെ കുശാഗ്ര ബുദ്ധിക്കാരനും വാശിക്കാരനുമായിട്ടുള്ള ഓട്ടോക്കാരൻ അടുത്ത തൊഴിലാളി വിഹിതത്തിൻ്റെ രസീതും ക്യാഷും രണ്ടാമത് നീട്ടുമ്പോൾ ക്യാഷ്യർ ഇതിവിടെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. സ്വീകരിക്കുമെന്ന് ഓട്ടോക്കാരൻ. ഞാനിപ്പോൾ ക്ഷേമനിധി ഓഫീസിൽ നിന്നാണ് വരുന്നത്. അവൻ വീണ്ടും കമ്പ്യൂട്ടറിൽ പരതി ഇതിവിടെ സ്വീകരിക്കില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു. അവൻ ക്ഷേമനിധി ഓഫീസിലേക്ക് വിളിച്ചു. അവരെന്തോ അവിടെ ചെയ്തു. ഉടനെ ബാങ്കിലെ കമ്പ്യൂട്ടറിൽ അത് റെഡിയായി. അവൻ ക്യാഷ് പറഞ്ഞു. കണക്കൊന്നും നോക്കിയില്ല, പറഞ്ഞത് കൊടുത്തു. ഇല്ലെങ്കിൽ തന്നെ സർക്കാരിനോട് കണക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷമാണ്, സർക്കാരിനെ പിന്തുണച്ച് ജയിപ്പിച്ച ഓട്ടോക്കാരന്മാർക്കും ഇതേ തുക തന്നെ അടയ്ക്കണം. അപ്പോൾ മനസ്സിനൊരാശ്വാസം. വീണ്ടും ബാങ്കിലേക്ക്. തൊഴിലാളി വിഹിതം സാധാരണ ബാങ്കിൽ സ്വീകരിക്കാറില്ല. കിട്ടിയ സന്തോഷത്തിൽ സർക്കാരിന് 2 പള്ളു പറയാമെന്ന് പറഞ്ഞ് ക്യാഷ്യറോട് ഓട്ടോക്കാരൻ എന്തോ പറഞ്ഞു. അവനതൊന്നും മൈൻഡ് ചെയ്യാതെ പുച്ഛഭാവത്തിൽ
അവന് വന്ന കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവൻ അതിൽ തന്നെ തുടർന്നു കൊണ്ടിരുന്നു. അവിടെ പോയിരിക്കൂ, വിളിക്കും, രസീത് തരുമെന്ന് പറഞ്ഞു. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് തൊട്ടടുത്ത് പാസിംഗ് കൗണ്ടറിൽ ഒരു ലേഡി ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് സമയമായി ആ ഓട്ടോക്കാരൻ അവിടെ നിൽക്കുന്നത് കണ്ട് അവർ ആംഗ്യ ഭാഷയിൽ കാഷ്യറോട് പേപ്പർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവൻ സോറി മാഡം എന്ന് പറഞ്ഞ് ആ പേപ്പർ നൽകി. ആ ലേഡി അത് റെഡിയാക്കി ഓട്ടോക്കാരന് കൊടുത്തു. അപ്പോഴും കാഷ്യർ തൻ്റെ സംഭാഷണം ഫോണിലൂടെ തുടർന്നുകൊണ്ടിരുന്നു. ഒരു കാര്യം വ്യക്തമായിരുന്നു, സംസ്കാരമില്ലാത്ത പാഠഭാഗങ്ങൾ കാണാതെ പഠിച്ച് ശരീരവും ബുദ്ധിയും വളർന്ന് ജോലി സമ്പാദിച്ച് മനസ്സ് വളരാത്ത ആ ജന്മത്തിന് വഴികാട്ടിയായ മാതാപിതാക്കളും ഗുരുജനങ്ങളും അവൻ വിശ്വസിക്കുന്ന മതസമൂഹവും അവൻ്റെ കൂട്ടുകാരും അവനെ സ്വാധീനിച്ച മറ്റ് വ്യക്തികളും ഒക്കെ അവനെ ഓർത്ത് വിലപിക്കുക. അവൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെയും അവന് കുട്ടികളുണ്ടെങ്കിൽ അവരെയും ഓർത്ത് വിലപിച്ച് പ്രാർത്ഥിക്കുക. ഇനിയെങ്കിലും ഇങ്ങനെ ഒരു ജന്മം സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ. നമസ്കാരം.